എന്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. എന്നെ ആരും മോശം പറഞ്ഞാൽ ഇത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എന്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പൊ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഒരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനത് ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എഴുതിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിനു മുന്നേ ഇതിന്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെന്ന് മാത്രമല്ല മാളിയപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തോ? ഒരു ഭക്തി ലെയറുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറയാം, തീർച്ചയായിട്ടും ആഫ്റ്റർ മാളിയപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഇടുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ 3% കാണും. അതുവരെ മാറ്റിയെടുത്താൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതിവളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളിയപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് വന്ന് 2 മണിക്കൂറിൽ ഹൈദർക്ക് ഒരു വീഡിയോ റിവ്യൂ കിട്ടും. ഒരുപാട് സന്തോഷമാണ് അതിന് വീഡിയോ ഇട്ടത്. ഞാൻ ജെന്യുവിനോട് സംസാരിച്ചോളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങൾ റിജക്ട് ചെയ്തിട്ടുള്ളതാണ് എന്റെ തോന്നൽ. ചേട്ടാ, മാളിയപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളിയപ്പുറത്തിന്റെ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. ആ പടം മാത്രമല്ല, ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയില്ല. അത് ആദ്യത്തെ ഒരു 3 ദിവസം യങ്സ്റ്റേഴ്സിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം ഞാനാ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം എന്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ്, അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമ ഇന്നിപ്പോ വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെന്ററുകളും ഹൗസ്ഫുൾ ഷോ ആണ്. എനിക്ക് 100% ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും. കാരണം വെള്ളിയാഴ്ചയാണ്, നാളെ അവധിയാണ്. തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 100% പറയുന്നു, ഞങ്ങളുടെ അടുത്തൊരു എഫേർട്ടിന്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞോളാം ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറെ ആളുകൾ, അതാരാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, അവരാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതും ഡീഗ്രേഡിങ് വീഡിയോസ് ഇടുന്നതും. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇപ്പൊ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പടം ഇല്ല, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ വിഷ്ണു ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ട് സംസാരിക്കാനുള്ളത്. ഇപ്പൊ ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രവും ഡിസ്കസ് ചെയ്യുമ്പോഴും ഞങ്ങൾ പറയും ഇന്നാളെ ചെയ്ത് നന്നായിരിക്കും. അപ്പൊ അതിൽ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ വിഷ്ണുവായിട്ട് ഞാൻ ഡിസ്കസ് വിടാതെ കാര്യം ചെയ്ത് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ എന്നാ ചേട്ടൻ നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ ആണ് അതിനെ ഒന്നും കൂടെ ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി. പിന്നെ ഇവരുടെ ഒപ്പം ചെയ്ത് തുടങ്ങിയപ്പോൾ പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പൊ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ. അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇപ്പൊ ചെയ്തതൊന്നുമല്ല. കൂട്ടുകെട്ടിൽ അത് സൗഹൃദത്തിനിടയിൽ നിന്നോണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. സിനിമ കണ്ടായിരുന്നോ? ആളുടെ അഭിനയമായിട്ട് മോശമില്ലാത്ത ഓക്കെ.
അതെ, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഇദ്ദേഹം ഓക്കെ ആയിരുന്നില്ലേ? താങ്ക് യു. നീ എന്താ ഉദ്ദേശിച്ചത്? ഇല്ല, വേണ്ട, വിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. ഈ കാലഘട്ടം നമുക്ക് ഈ പടം നമ്മള് ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു റീവർക്കിൽ മെയിൻ ആയിട്ട് വന്നൊരു ഏരിയ ഈ കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രസൻസ് ഇത് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടി ഒന്ന് ഫോഴ്സ്ഫുള്ളി ഈ സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന് അഭിലാഷേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ തുടരെ ഉണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എൻ്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടിയും ഒരു മനോഹരം തോന്നി. ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇതായിരുന്നു. കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, പഴയ തിയേറ്റർ, പഴയ വണ്ടികൾ, പിന്നെ അവരുപയോഗിച്ച ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്കത് കളക്ട് ചെയ്യുക, അതിനെ ആ സമയത്തുള്ള ഏറ്റവും പുതുമയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അജയ് മാങ്ങാട് നമ്മുടെ ആർട്ട് ഡയറക്ടറിന് ഒരുപാട് എഫേർട്ട് എടുത്തു. മുരളി ചേട്ടന് അതിന് നല്ലൊരു സപ്പോർട്ടും തന്നു. അതുകൊണ്ട് എന്താ പറയുക, ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ അത് വന്നു എന്ന് വിശ്വസിക്കുന്നു. അർജുനോടുള്ള കോംബോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. സിനിമ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബം പോലെയാണ്. രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ലൊക്കേഷൻ ഞങ്ങളിപ്പം ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞാൽ പോലെ അവർ തിരിച്ചു പോകില്ല, ലൊക്കേഷൻ തന്നെ കാണും. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നുള്ള തോന്നൽ പോലും ആർക്കും ഇല്ല. നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്കെന്നല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, അങ്ങ് ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിന് മുന്നേ, ഷൂട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ ഹോസ്റ്റലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു പരിപാടി എല്ലാവർക്കും ഒരുമിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിലെ പല സീൻസും ഞങ്ങൾ ചിലപ്പം 2-3 ദിവസം എടുക്കുമെന്ന് ഏത് സീൻസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത്. പല രീതിക്കുള്ള താങ്കളുടെ എക്സ്പ്രഷൻ തന്നെ പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഒരു കഥാപാത്രത്തിനുള്ള ചേഞ്ചിലേക്ക് വരുമ്പോൾ ഈ സുമതികളിലേക്ക് വന്ന് ഈ കഥ കേട്ടിരുമ്പോൾ താങ്കൾക്കാണ് ഈ കഥാപാത്രം വേറെ ആരെയും കാലത്ത് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. താങ്കൾ എത്രമാത്രം ഒരു സിറ്റുവേഷനിലേക്ക് ആയിരുന്നു ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടെടുത്തത്? ഞാൻ ചെയ്തതിന്റെ മിക്ക ക്രെഡിറ്റും വിഷ്ണുവിനും അഭിലാഷും തന്നെയാണ്. അഭിലാഷ് എഴുതിയ ഡയലോഗുകളും എങ്ങനെ പറയേണ്ട രീതി എന്നുള്ളത് മാത്രമേ. അപ്പൊ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ആകാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷം. ബിക്കോസ് ഇറ്റ് ഇസ് ക്രാഫ്റ്റഡ് ദാറ്റ് വേ ഓൾസോ. സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിൽ കാണുന്നത് അല്ല സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി. അപ്പൊ അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടി എടുത്തു. ചേട്ടൻ ഭയങ്കര പിടിക്കാൻ പറ്റും, ഭയങ്കര ഫ്ലിപ്പുള്ള ക്യാരക്ടർ. ഏതൊരു ക്യാരക്ടറാണ് അത് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ അങ്ങനെയാണ്. അതിലാണ് എൻ്റെ all credits to him. Of course I could do it. So thank you. അതിനെ ഞാൻ ചോദിച്ചു, ആ സെക്കൻഡ് ഹാഫ് ചേഞ്ച് വരുന്നുണ്ടോ? അത് വിഷ്ണു പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എങ്ങനെയാവുന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ചെറിയ ഭയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലല്ലോ. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് 100% ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അത് സന്തോഷമുണ്ടായി. എൻ്റെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ എം റിയലി ഹാപ്പി. താങ്ക് യു വിഷ്ണു. അഭിലാഷേട്ടാ, മലയാളത്തിൽ ഇങ്ങനെ ഹൊറർ കോമഡി ചിത്രങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോളിവുഡിലായിരിക്കും കൂടുതൽ ബുൽബുലിയ, ബുദിനി, അതുപോലത്തെ സിനിമകൾക്കും കൂടുതൽ ഒരു ഹൊററും കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള അവിടെ വർക്കൗട്ട് ആവുകയും ചെയ്യും. പക്ഷെ മലയാളത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പേടി ഉണ്ടായിരുന്നു. എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ അങ്ങനൊരു പേടിയുണ്ടാകും. പ്രത്യേകിച്ച് സുമതി വളം എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഓൾറെഡി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ.
ഇല്ല, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ചെയ്യുന്നത്. ഇപ്പൊ സുമതിയോളം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പൊ യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടേത്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി, നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടുണ്ടായി. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഹിന്ദിയിൽ ഇപ്പൊ സ്ത്രീ പോലത്തെ സിനിമകൾ, അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ്, അത് ഒരുപാട് ഹിറ്റ് അയക്കുന്ന സിനിമയാണ്. മലയാളത്തിന് മുന്നേ അങ്ങനത്തെ സിനിമകളോട് ഓടിയിട്ടുണ്ട്, ഈ ഹൊറർ കോമഡി സിനിമകൾ. അപ്പൊ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട്, അപ്പൊ അത് ഒരെണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങള് സുമതിയോളിലേക്ക് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആവണം, അല്ലെങ്കിൽ ഇത് ഒരു പക്ക പാക്കേജ് സിനിമയായിരിക്കണം. ഇതിൽ 4-5 പാട്ടുകൾ വേണം, 2 ഫൈറ്റ് വേണം, ഹ്യൂമർ വേണം, ഇമോഷൻ വേണം. അതുകൊണ്ട് ഇതിലെല്ലാം വേണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ. ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നോർമലി ഒരു ഹൊറർ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അടുത്ത സീൻ ഇന്നായിരിക്കും, അടുത്ത ഷോട്ടിൽ ജംപ് ഷോട്ട് ആയിരിക്കും, ഇങ്ങനൊരു സാധനം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ ചിത്രങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ലെവലൊരു സാധനം ക്രിയേറ്റ് ചെയ്യുക. 1-2 പോയിന്റുകൾ അത് ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും അത് റിസർച്ച് ചെയ്തായിരുന്നു. നമ്മള് റിസർച്ചിനുപരി എന്റെ ഏറ്റവും വലിയ റിസർച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ 90s സിനിമകൾ തന്നെയായിരുന്നു. ഞാനപ്പോ കാസ്റ്റിനോട് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുന്ന ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ സിനിമകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ്. അപ്പോൾ ഈ 90s ലേറ്റ് 80s ഉണ്ടായിരുന്ന സിനിമകൾ, അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തെറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം. നമുക്ക് 1-2 സീൻസ് വേണ്ടി വന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട്. അതായത് ശരിയാണ്, ഇതിനൊരു പ്രത്യേക കിക്കാണ്. എല്ലാ തവണയും നമ്മൾ ഈ എന്താ പറയുക ഇന്റർനാഷണൽ ക്വാളിറ്റിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ നാടൻ പരിപാടികളുണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്തത്. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റിസർച്ച്. ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഫിലിം. പിന്നെ സുമതി വളവിന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അഭിലാഷേട്ടാ, നമ്മുടെ സിനിമ ഇപ്പോൾ കേരളത്തിൽ മൊത്തം നമ്മുടെ പ്രീവിയസ് ഇന്റർവ്യൂസും നമ്മൾ സോളിഡ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവന്റ്സ്, ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ദ ട്രൂ ഇവന്റ്. സുമതി വളവിൽ ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും സുമതി വളവ് എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സുമതിനെ ഞാനും വിഷ്ണു ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ്, ശരിക്കും സുമതിവളമെന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതിവളന്റെ കഥയാന്ന് കഥയായിട്ടായിരിക്കും അത് പറയുന്നത്. ഞങ്ങളുടെ എല്ലാ ഇന്റർവ്യൂകളിലും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ, സുമതി വളവ്, അതുകൊണ്ടാണ് ആ പേരെടുത്തത്. ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുമൂടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് പുല ബന്ധം പോലും ഇല്ല കേട്ടോ. ആ വളവിന് ആ പേരും അവിടെ നമുക്ക് ഇപ്പൊ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് ഈ സുമതി വളവ് കേട്ടതുകൊണ്ട്, ഈ പറയുന്ന പൂജാരി വളവ് കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പലതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇവന്റ്സ് ആണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും. അപ്പൊ അതുകൊണ്ട് ആ കമന്റ് ഇട്ട ആളുടെ അവരെ കുറ്റം പറഞ്ഞല്ല, പുള്ളിയുടെ ചിന്തയുടെ ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിന്റെ കഥയല്ല, ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി. ആ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എഴുതുമ്പോ എന്ത് വളം, അങ്ങനെയല്ല. എന്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചു 10-ാം വളവിന്റെ സെക്കൻഡ് പാർട്ടാണോ സുമതി വളവ് എന്നൊക്കെ. അങ്ങനെയല്ല, ആ പേര് ക്യാച്ച് ചെയ്യായിരുന്നു. ഞങ്ങൾ 2019 അർജുനോട് കഥ പറയുമ്പോഴും ഇതേ പേര് തന്നെയാണ്. അപ്പൊ ചില പേരുകൾ അങ്ങനെയാണ്. ഇപ്പം മാളികപ്പുറം എന്നുള്ളൊരു പേര് ഞങ്ങളുടെ അടുത്ത് പലരും ആ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ്. സിനിമ റിലീസിന് അനൗൺസ് ചെയ്തതിനു ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേരിടരുത്, ആ പേര് വലിയ പ്രശ്നമാണ്, മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിഷ്ണു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരില്ലാതെ മറ്റൊരു പേര് ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പേര് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്.
അപ്പം ഈ കഥയ്ക്ക് അതുപോലെ തന്നെയുണ്ട്. സുമതിവളം എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചത്. അതുപോലെ ഒരു ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്തിനാ എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുന്നത്? എന്നിട്ട് പറയും എന്റെ അടുത്ത് എന്റെ പേര് വരുന്നു. കുഴപ്പമില്ല, പറ, ചോദിക്കും. ഒരു പേര് ബ്രാൻഡ് ആവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. അപ്പൊ അഭിലാഷ് പിള്ള എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു ഫൈൻ റൈറ്റേഴ്സിൽ ഒരാളാണ്. അപ്പം അതൊരു ബ്രാൻഡാണ്. അത് എന്താ പറയുക, 150 രൂപ ടിക്കറ്റ് എടുത്താൽ വെർത്താണ് എന്നൊരു ഇതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുനടന്ന വലിയൊരു പാഷനായിരുന്നു സിനിമ. ഞാൻ 2013 സിനിമയ്ക്ക് വേണ്ടി എന്റെ ജോലി വിടുമ്പോഴും എന്റെ മുന്നിൽ ബ്ലാങ്ക് ആണ്. പക്ഷെ ഒരു ലക്ഷ്യം, ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് 2013 തുടങ്ങിയ എന്റെ യാത്ര 2022 എന്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത്. അപ്പൊ ആ 10 വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പറയാറുണ്ട്, ഇയാള് ഭയങ്കര ഷോ ആണല്ലോ, അവിടെ ചെന്ന് ഇയാളത് PR ആണോ? അതാ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചോട്ടെ. ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എന്റെ കഥ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇത്രയും പേരോടുള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക, അതെന്റെ ബലം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും. നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രാവൺ. അതെ, നമ്മുടെ നടൻ മുകേഷ് ഏട്ടന്റെ മകനാണ്. സരിത ചേച്ചി മകനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്രനാണ് ഈ പടത്തില് വില്ലനാണ്. സോ താങ്ക് അഭിലാഷ് ഏട്ടൻ, വിഷ്ണു ആൻഡ് ദ ക്രൂ. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പടം കണ്ടോ? കണ്ടല്ലേ? ആ ഭദ്രൻ ഞാനാണ്. അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് വേണം. ഓൺലൈൻ ഇന്റർവ്യൂ അല്ല, മീഡിയ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അഭിലാഷന്റെ 6ാമത്തെ ചിത്രമാണെന്ന് പറയാം. അപ്പൊ ആ ഒരു ബോണ്ട്, ആ ഒരു വേവ് ഉണ്ട്. അതായത് നമ്മളിപ്പോ എന്ത് ചിന്തിക്കും, നമ്മളെതിരെ നിൽക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കും എന്ന് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്ട് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനൊരു മ്യൂസിക്, അതായത് ഇപ്പം ഒരു ഹൊറർ സിനിമയിലെ മ്യൂസിക്കിനും BGM ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അഭിനയം പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതിന്റെ മ്യൂസിക്കും BGM. അപ്പൊ ഇങ്ങനൊരു സിനിമയിൽ കുറച്ച് വ്യത്യസ്തമാണ്. ഇതിന്റെ പാട്ടുകൾ ഓൾറെഡി ട്രെൻഡിങ്ങിലാണ്. അപ്പൊ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനൊരു സിനിമയ്ക്കകത്ത് ചെയ്യാനായിട്ട്? അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡൈനാമിക്സ് എപ്പോഴും എനിക്ക് കാണാപ്പാടമാണ്. കടാവർ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഓരോ സിനിമ ഓരോന്നാണെങ്കിലും അവന്റെ ചിന്താരീതിയും അല്ലെങ്കിൽ അഭിലാഷ് എക്സ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് എന്താണെന്ന് എനിക്ക് പലപ്പോഴും അറിയാൻ പറ്റാറുണ്ട്. അത് എല്ലാ സിനിമകളിലും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോ സുമതി വളവ് എന്നോട് വിഷ്ണുവും അഭിലാഷും കൂടെ നമ്മുടെ അഭിലാഷിന്റെ എന്റെ ആ സമയത്ത് ജോസഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സിനിമ നടക്കുന്നതിനൊക്കെ മുന്നേ എന്നോട് പറഞ്ഞ സബ്ജക്റ്റാണ് 2019. വിഷ്ണുവും അഭിയും കൂടെയാണ് ടോണിക്കോ കഫേയിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് സുമതി വളവിനെ പറ്റി സംസാരിക്കുന്നത്. ആ സമയത്ത് സുമതി വളവ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഒരു കുഞ്ഞിരാമായണം ഒക്കെ കാണുന്ന പോലെ കേൾക്കുന്ന പോലെയുള്ള വൈബിലുള്ള സിനിമ മാത്രമായിരുന്നു സുമതി വളവ്. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന എനിക്ക് പെട്ടെന്ന് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇതിന്റെ ഒരു ക്യാൻവാസ് മാറിയത്. സുമതി വളവിന്റെ അപ്രോച്ചും സ്റ്റൈലും അതിന്റെ വ്യാപ്തിയും എല്ലാം മാറിയത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അത് മാളികപ്പുറം കഴിഞ്ഞതും കൂടെ കൊണ്ട് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം എനിക്കും ഒരു മാസ് BGM കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഹെവി ആയിട്ടുള്ള മ്യൂസിക്, ബട്ട് ഇൻ ദാറ്റ് ക്വാളിറ്റി. നമ്മൾ ചുമ്മാ അലക്കലല്ല, ആ ഹെവിനെസ്സിൽ ഒരു ക്വാളിറ്റിയും ഡെഫിനേഷനും ഉണ്ടാവണം എന്നാണ് ഞാൻ മ്യൂസിക്കിൽ ആഗ്രഹിക്കാറ്. അത് മാളികപ്പുറത്തിൽ ഒരു പരിധിവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷണം നടത്തിയത് കൊണ്ട് എനിക്ക് ഇറ്റ് വാസ് ലിറ്റിൽ ഈസി ഫോർ മീ സുമതി വളവ് കൺസീവ് ചെയ്യാനായിട്ട്. അതാണ്. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ അഭിയായിട്ടുള്ള ബോണ്ടിങ് അങ്ങനെ
വിഷ്ണു മാളികപ്പുറത്തിൽ അവന് ഏതൊക്കെ സംഗീതമാണ് ഇഷ്ടം എന്ന് എനിക്ക് പഠിച്ചതാണ് അതിൽ കൂടെ. അതുകൊണ്ട് വിഷ്ണു എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിനേക്കാട്ടിലുപരി ഇവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനേക്കാളുപരി ഇവർ രണ്ടുപേരും എന്നെ അങ്ങോട്ട് ഒന്ന് ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമകളുടെയും ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. മാളികപ്പുറത്തിലും രണ്ടുപേരും എന്നെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സുമതി വളവിലും ഇടയ്ക്ക് വന്ന് കാണുന്നല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നല്ലാതെ വേറെ എന്നെ ഈ തോക്ക് ചൂണ്ടി നിർത്തിക്കൊണ്ട് പണിയെടുപ്പിച്ചൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയുടെയും മ്യൂസിക് എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ആദ്യം വിളിക്കുന്ന ഹൈദരൊക്കെയാണ് ഉച്ചയ്ക്ക്. ഇതിന് ഫ്ലെക്സിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ഹൈദരക്ക. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും ഈ സിനിമയിൽ മിന്നി മറിഞ്ഞു പോകുന്നു. പക്ഷെ ഈ ചാട്ടം അറിയിക്കാനും പാടില്ല. തമാശയിൽ നിന്നും പെട്ടെന്ന് ജംപ് സ്കെയറിംഗ് കഴിഞ്ഞു അടുത്ത അങ്ങനെ തമാശയിലേക്ക് പോയി അപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടാവും, ഫാമിലി ഡ്രാമ വന്നു. അതാണ് ഈ സിനിമ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക്കലി ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് ചാടി എന്ന് ഫീൽ ചെയ്യിപ്പിക്കാതെ ആ ഫ്ലോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പൊ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അടുത്ത സീൻ എന്താ, അല്ലെങ്കിൽ അടുത്ത റീലിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ആ ഡൈനാമിക്സ് 95% ആണെങ്കിൽ ഇവിടെ 70-75 ഒതുക്കുക എന്നുള്ളൊരു ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു അധ്വാനം. മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ സിനിമയുടെ ഫ്രീക്വൻസി എത്രമാത്രം, ഏറ്റക്കുറച്ചിലുകൾ എത്രമാത്രമാണ് കണ്ടുപിടിച്ച് ചാടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുക എന്ന് പറയൂല്ലേ. പെട്ടെന്ന് ഒരു ഫൺ മ്യൂസിക് വന്നു, പെട്ടെന്ന് തമാശയിലേക്ക് പോയി, പെട്ടെന്ന് റൊമാൻസിലേക്ക് പോയി എന്ന് ഫീൽ ചെയ്യിപ്പിക്കരുത്. എന്നാൽ ഇവിടേക്കൊക്കെ പോവും വേണം വിത്തിൻ സെക്കൻഡ്സ്. അതാണ് അതിന്റെ ഒരു ചലഞ്ചായിട്ട് ഈ സിനിമയിലുള്ള ചലഞ്ച്. അത് കൃത്യമായിട്ട് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. എനിക്ക് ഏറ്റവും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഋഷിയെ തേടി പോകുന്ന ഒരു യാത്രയുണ്ട്. സിനിമയിൽ കണ്ടവർക്കറിയാം. അവിടെയുള്ള നിങ്ങളുടെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ മ്യൂസിക് പോലെ തന്നെയാണ് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. മ്യൂസിക്കിൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിനയത്തിൽ ചേഞ്ച് ആവും. അതെങ്ങനെയായിരുന്നു അവിടെ എക്സ്പീരിയൻസ് ചെയ്തത് ആ സമയത്ത്? എക്സ്പീരിയൻസ് ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദ മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും നല്ല രീതിക്ക് സിങ്കായി. പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സ്പെഷ്യൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. താങ്ക് യു. നമുക്ക് ഇപ്പൊ തുടക്കം വിഷ്ണു ചേട്ടൻ പറഞ്ഞ പോലെ അല്ല, വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യണപ്പോ നമുക്കുണ്ടാവട്ടെ ഇത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വിഷ്ണുചേട്ടൻ പറഞ്ഞാ ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം, ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തേക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവർ ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട്. അപ്പോ ഇപ്പൊ ഈ ആ സീക്വൻസ് എന്ന് പറയുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോണ ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും. കാരണം നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ്. എന്തൊക്കെയാണ് ചെയ്ത പടങ്ങളും മനസ്സിലാവും. അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക, പിന്നെയുള്ള വിഷമം പുറത്തടിക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി പുറത്തുവരല്ലോ. അപ്പൊ ഇതൊക്കെ ലൈഫിൽ ഉണ്ടായ പരിപാടികളുണ്ട്. എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു ചെറിയ പൊളിയൊക്കെ വിളിച്ച് അതിലെനിക്ക് ഇഷ്ടമായി പറയുന്നുണ്ട്. പിന്നെ പാലിച്ചേട്ടന്റെ സിഞ്ചേട്ടന്റെ കൂടെ അഭിനയിക്കണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അഴിഞ്ഞാടി മതിയല്ലോ. അല്ല, അഴിഞ്ഞാട്ടൊന്നും വരുന്നില്ല. എന്നാലും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് അത്യാവശ്യം ആളുകളുണ്ട്. അതിന്റെ രീതി അവിടെയാണ് എനിക്ക് ഏറ്റവും അതിലൊക്കെ വേറിട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. അതാണ് ഞാൻ എടുത്തു ചോദിക്കാനുള്ള ഒരു സംഭവം. അവിടെ പല ഡയലോഗുകൾ വരുന്നുണ്ട് അല്ലെ, പല ഡയലോഗുകളും പല എക്സ്പ്രഷൻ വരുന്നു. അതില് സിദ്ധുവിന്റെ കുറെ ഡയലോഗുകൾ വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഗ്യാങ് ഉണ്ടല്ലോ. അപ്പോഴാണെങ്കിൽ വലിയ ബ്രേക്ക് ഡാൻസ്. ശരിക്കും അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. വിഷ്ണു നമ്മുടെ അടുത്തൊന്ന് പറയായിരുന്നു, നിങ്ങൾ മറ്റേ അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞ മറ്റേ പ്രേതത്തിന് നിങ്ങൾക്ക് പേടിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ശിവന്റെ ഒരു ഡാൻസ് വരെ ഉണ്ട് അവിടെ. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. നമ്മള് അതിനു മുമ്പ് പല സിനിമയില് പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതെല്ലാം അപ്പൊ നമ്മൾ ചോദിച്ചതിന് മുമ്പല്ലേ വേറെ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം. ഒന്നുമല്ല, ഈ സീനില് നിങ്ങൾ മറ്റും എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യിച്ചാണ്, കഴിഞ്ഞടിച്ചാണ്. ചെമ്പച്ചേട്ടൻ തന്നെ ധൈര്യമായിട്ട്
വീണ്ടും വീണ്ടും താങ്കൾ സിനിമയിൽ വലിയ വലിയ റോഡുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരാളായിട്ടല്ല കാണാൻ പറ്റുന്നത്. എന്തായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചത്? വളരെ വേറെ രീതിക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ രക്ഷയില്ലായിരുന്നു. പക്ഷെ പ്രേക്ഷകർ കണ്ടിട്ട് അവിടെ ആ പ്രതീക്ഷ രീതിക്ക് അപ്പുറത്തേക്ക് താങ്കൾ തന്നിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. തന്നിട്ടുണ്ടോന്നാണ് ചോദിച്ചത്? തന്നിട്ടുണ്ടെന്നാണോ? അന്ന് താങ്ക് യു, ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ്. ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് UK പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും പുള്ളിച്ചേട്ടനും അഭിലാഷും വിഷ്ണുവിടെ വന്നിത് പറയുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചത് വേറൊരു ഗുരുകുലമായിരുന്നു. ഞാൻ ജോജി ജോർജിന്റെ കൂടെ പണിയെന്ന പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെന്റ് ആണ്. എല്ലാ സിനിമകളും വ്യത്യാസമാണ്. ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ശങ്കർ സാറ്, വിഷ്ണു, അഭിലാഷ് കഥയിൽ തന്ന സ്വാതന്ത്ര്യം, പിന്നെ ഇതിന്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ, ബാലു, സിദ്ധു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സുമതി. അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പൊ അതെല്ലാം സിനിമയിൽ വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതെല്ലാം ഇദ്ദേഹം നല്ല ഫൈൽസ് ഭയങ്കര രസമായിട്ട്, കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റാണ് മജോറിറ്റി ഈ സുമതി വളവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ്. നന്നായിട്ട് അത് ചെയ്തു. അതുപോലെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിനോടും അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു സോ മച്ച്. പണി 2 അനൗൺസ് ചെയ്തായിരുന്നല്ലോ. അപ്പം അത് പണിയില് ഗംഭീര കഥാപാത്രമായിരുന്നു. ആളുകൾ ഇപ്പോഴും റീൽസിലൂടെ ഒക്കെ കാണുന്നുണ്ട്. പണി 2 വരുമ്പോൾ അതുപോലത്തെ ഗംഭീര കഥാപാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജോജു വിളിക്കണം. അല്ല, അദ്ദേഹം അതിന്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം വേറെ സിനിമയുടെ ഷൂട്ടിങ്ങും തിരക്കും ഒക്കെ ആയിട്ട്. പണി 2 അടുത്ത വർഷത്തേക്ക് എന്നാണ് ജോജു പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുണ്ടോന്നോ എന്റെ ക്യാരക്ടർ ഒന്നും ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കഥയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ. ഭയങ്കര രസകരമായൊരു സബ്ജക്റ്റിലായിരിക്കും. അർജുനേട്ടാ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവർക്കും അർജുനേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. അപ്പൊ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസിയേഷൻ. അപ്പം ഈ കഥ കേൾക്കുമ്പോൾ ഒരു ഹൊററാണ്, ഒരേ സമയം കോമഡിയാണ്. അപ്പൊ ആ കഥാപാത്രം അവസാനം വരെ എന്താ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു നായകനെ പോലെ ആദ്യം ഒരു പേടിത്തൊണ്ടനാണ്, പിന്നെ അവസാനം ധൈര്യം, അങ്ങനെ ഒരു കഥാപാത്രമല്ല. എങ്ങനെയാണോ അതിന്റെ അവസാനം വരെ അങ്ങനെ ഒരു ലെവലിൽ തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതാണ് ഈ ക്യാരക്ടറിലേക്ക് ഒക്കെ ഉള്ളൊരു റീസൺ. കുക്ക് ചെയ്യാൻ മേജർ റീസൺ ഒന്നാമത് സുമതി വളവ് എന്നുള്ള വളവിന്റെ പരിപാടികളും, പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ക്രിയേറ്റ് ചെയ്തതാണ് കല്ലേലി എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രാമത്തിലെ ആൾക്കാർ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇരുട്ടിയാൽ പിന്നെ പുറത്തിറങ്ങൂല. എല്ലാവർക്കും ആ നാട്ടിൽ പേടിയാണ്. അത്രയും പേടിയുള്ള നാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് എന്റെ ക്യാരക്ടർ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പരിപാടികൾ വന്നപ്പോഴും പിന്നെ ടൈപ്പ് ഓഫ് പേടിപ്പിക്കല്, പുതിയ പരിപാടികൾ എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ യക്ഷീനെ പറയാൻ പറ്റും, നമ്മൾ യക്ഷീനായിട്ട് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഡിസ്കഷന്റെ ഇടയിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നതോറും നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പേടിത്തൂറൻ ക്യാരക്ടർ ജീവിതത്തിൽ കുറച്ച് പേടിയുണ്ടെങ്കിലും സിനിമയില് കുറച്ച് കൂടുതൽ അഭിനയിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് കഥാപാത്രങ്ങളെ ഗംഭീരമാണ്. എങ്കിലും എനിക്ക് ശിവതയുടെ അടുത്ത് ചോദ്യം. ശിവത എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി ചെയ്തു. ശിവതയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടം ഒരു സീൻ, എനിക്ക് സീൻ പറയാൻ പറ്റില്ല. വണ്ടിയിലേക്ക് കേസുന്ന സമയത്ത് അത് ക്യാമറാമാന്റെ ഒരു കഴിവും ആ ഒരു കാലിന്റെ ഒരു എക്സ്പ്രഷനും അത് ഒപ്പിയെടുത്തത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശിവതയുടെ അടുത്ത്. ബാക്കി എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അതില്ലാതെ ഞാൻ പറയുന്നത് അതൊരു എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നു ആ ഒരു വേഷം. എന്റെ അടുത്ത് ആദ്യമായിട്ട് കഥ പറയുമ്പോൾ ശരി
ഈ ഒരു ഇന്റർവെലിന്റെ പോർഷൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞപ്പോഴും ശരി. അപ്പം അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത്. അത് കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതിലപ്പുറം ശങ്കർ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടെ ചെയ്ത്. കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വാനിന്റെ ഉള്ളിലേക്ക് കേട്ടിട്ട് വന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര, പ്രത്യേകിച്ച് കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അതിനകത്ത്, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ആ സമയത്തേക്ക് എല്ലാവരും സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ മേ ബി ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. അത് ശിവനാഥ് സിംഗ് ഷൂട്ട് ഞങ്ങൾ മറയൂരാണ്. മറയൂർ ഷൂട്ട് ചെയ്യുമ്പം അത് ശരിക്കും അങ്ങോട്ട് ആളുകൾക്ക് അധികം പോകാൻ പറ്റുന്നത്, വണ്ടികളൊന്നും പോകാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കുള്ള വഴി വെട്ടിയിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെന്നൈയിൽ നിന്ന് ഫൈറ്റ് മാസ്റ്ററിന്റെ ഒപ്പം ശിവതയ്ക്ക് ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ലേഡി. പക്ഷെ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിന്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ആണ്. അപ്പൊ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയപ്പോൾ ആ ഷൂട്ടിങ് മുടങ്ങും എന്നൊരവസ്ഥയിൽ സാരമില്ലത് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ് ശിവത. അപ്പൊ തീർച്ചയായിട്ടും ശിവതയ്ക്ക് ഒരു വലിയ കയ്യടി ആ തിയേറ്ററിൽ കിട്ടി. ആ തിയേറ്ററിലും ഇന്ന് രാവിലെ അടുത്തുള്ള ഷോസിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിലൊക്കെ ചോദിച്ച ചോദ്യം ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പടത്തിൽ എല്ലാ നായികമാരും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഫിസിക്കൽ ചലഞ്ചും കൂടെ എടുത്തത് ശിവതയാണ്. സോ താങ്ക് യു ശിവത ഫോർ ദിസ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇത്ര നേരം എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും വളരെയധികമുള്ള സഹകരണം രാവിലെ മുതൽ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങൾ മുതൽ സിറ്റിയിലെ വരെ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ സുമതി വളവ് മഞ്ഞ കളറിലേക്ക് മാറി ഫാസ്റ്റ് വില്ലേജിലേക്കും അതുപോലെ തന്നെ ഹൗസ്ഫുൾ ഷോകളിലേക്കും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മൾ ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ സിനിമയെ വിജയിപ്പിക്കാൻ യഥാർത്ഥ പ്രേക്ഷകർ, യഥാർത്ഥ ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മുടെ ടീമും ഇനി തിയേറ്ററുകളിലേക്ക് അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആ യാത്രയിലും ആ ഉദ്യമത്തിലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഈ സിനിമ തുടങ്ങിയത് മുതൽ ഈ ടീമിനോടൊപ്പം. സോ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും കൂടെ കാണുന്നു. ഒരു കാര്യമില്ല, കാരണം ഈ നിങ്ങളെല്ലാം മുഖം നമ്മള് മിക്ക ദിവസം കാണുന്നതാണ്. നിങ്ങൾ എല്ലാ സിനിമകളിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ജനങ്ങളെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കറിയാം എല്ലാ സിനിമയ്ക്കും സപ്പോർട്ട്. ഈ സിനിമയ്ക്ക് വളരെ റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം തീർച്ചയായിട്ടും ഇത് ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും റിവ്യൂസ് കണ്ടുവരുന്ന ആളല്ല. അവര് എപ്പോഴും മൗത്ത് പബ്ലിസിറ്റിയിലാണ് സിനിമ അറിയുന്നത്. അപ്പൊ ഒരു പരിധി വരെ അതിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കൂടെ നിൽക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും പോകുന്ന തിയേറ്റർ വിസിറ്റുകളിലൊക്കെ തന്നെ ഞങ്ങളൊപ്പം നിങ്ങൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിന്റെ എവിടെയൊക്കെ പോകുന്നുള്ളതൊക്കെ ഞങ്ങളുടെ PR ടീംസ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ. കാരണം അഭിലാഷിന്റെ ഒരു അഭിമുഖത്തെ കുറച്ച് നാൾ ബാക്കിൽ നിന്ന് കാണുന്ന നായികയെ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. നായികയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കൃത്യമായി കൊണ്ടുവന്നു. കുറച്ച് നാളായിട്ട് ഫീൽഡിൽ ഇല്ലാത്തവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മൾ സിനിമ എന്ന് പറയുന്നത് പുതുമകൾ വരുമ്പോൾ പഴമയെ മറക്കുന്ന ഒരു ശീലം സിനിമയ്ക്കുണ്ട്. പല സിനിമകളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ശരിക്കും കഴിഞ്ഞ നാൾ അമ്മയൊക്കെ ഉണ്ടായ ഒരു ഇഷ്യൂസ്, അതായത് പല ആർട്ടിസ്റ്റുകൾക്കും അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല, അവരെ സൈഡായി പോകുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ള ചേട്ടൻ സ്ക്രിപ്റ്റുകളിൽ ഇതുപോലെ വരാത്ത പഴയ ആളുകളെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല, നമ്മള് ഒരു കഥ എഴുതിയതിനു ശേഷം ആ കഥാപാത്രത്തിന് ആക്റ്റീവ്. ഞാൻ എന്റെ കഴിഞ്ഞ വിളിച്ച് സംഗീത ചേച്ചി കുറെ നാളിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഇതില് ഈ പറയുന്ന ആർട്ടിസ്റ്റ് പേര് പറയുന്നില്ല, അവരായിരുന്നു. അതേപോലെ പുതിയ ആളുകളെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഈ സിനിമയിൽ തന്നെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൽ എല്ലാവരും ചോദിച്ചെങ്കിലും എടുത്തു പറയാതെ പോയൊരു ശിവ വളവിലൊക്കെ പോയി കാണിച്ചത്. അപ്പം ശിവ, അതുപോലെ ജസ്നിയ, സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്ന ജസ്നി ഈ പടത്തിലൊരു അറിയാം, സീക്വൻസ് തന്നെ പടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് ആണ്. അപ്പം പുതിയ ആളുകളെയും ഇതേപോലെ നമ്മൾ കാണാൻ ഫൈസി എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളെ ചാനലുകാരെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനും വിഷ്ണുവും ആ പയ്യനെ ഈ സിനിമയിലേക്ക് വെച്ചതും. അതൊരു മെയിൻ സീക്വൻസ് ആണ് സിനിമയുടെ. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കും. അതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മളൊപ്പം ലൈവായിട്ട് സിനിമയിലില്ലാത്ത നമ്മൾ ചിലപ്പോൾ കണ്ട് നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഥയിൽ എവിടെയെങ്കിലും ഒരു കഥാപാത്രം എഴുതാൻ ഞാൻ എന്റെ എല്ലാ കഥകളും ഞാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകളിലും തീർച്ചയായിട്ടും കാണും. ശരി, താങ്ക് യു ഓൾ ദ മീഡിയ. കഴിഞ്ഞ വർഷം ഈ സമയമായിരുന്നു ശ്രീപദിന് ദേശീയ അവാർഡ് അനൗൺസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഈ സമയം ദേശീയ അവാർഡിനുള്ള സമയമാണ്. ദേശീയ അവാർഡ് കിട്ടുന്നവർക്ക്